പലവിധ പ്രപ്പോസൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പൂ കൊടുത്തും മോതിരം കൊടുത്തും അല്ലെങ്കിൽ പിന്നാലെ നടന്നും മുട്ടിലിരുന്നൊക്കെ പ്രപ്പോസ് ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രപ്പോസ് ചെയ്യൽ മാത്രമല്ല, കൂടെ അതിൻ്റെ കൂടെ റിജക്ഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. റിജക്ഷൻ എന്നത് പ്രപ്പോസലിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. എനിവേ, പെബിൾ പ്രപ്പോസൽ എന്ന സംഭവമുണ്ട്. ഫീമെയിൽ പെൻഗ്വിൻസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ പെൻഗ്വിൻസ് നല്ല ഭംഗിയുള്ള പെബിൾസ് ഫീമെയിൽ പെൻഗ്വിൻസിൻ്റെ കാലിക്കൽ കൊണ്ടുവയ്ക്കും. ഫീമെയിൽ പെൻഗ്വിൻസ് ഈ പെബിൾസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രീഡിങ് സീസണിൽ ഈ മെയിൽ പെൻഗ്വിനായിരിക്കും ആ ഫീമെയിൽ പെൻഗ്വിൻ്റെ പാർട്ട്ണർ. അവർ മെയ്റ്റ് ചെയ്ത് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കും. ആ ഒരു ബ്രീഡിങ് സീസണിൽ ഈ ഫീമെയിൽ പെൻഗ്വിൻസും മെയിൽ പെൻഗ്വിൻസും മോണോഗാമസ് ആണ്, അതായത് അവരൊറ്റ പാർട്ട്ണറേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ബ്രീഡിംഗ് സീസൺ ആകുമ്പോൾ ഈ മെയിൽ പെൻഗ്വിനെ തിരിച്ച് കാണുകയാണെങ്കിൽ, അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ വീണ്ടും അവരവരുടെ റിലേഷൻ പൊടുതട്ടിയെടുക്കും. ഇനിയിപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല, നോ സ്ട്രിങ്സ് അറ്റാച്ച്, നോ റിഗ്രറ്റ്സ്, രണ്ടുപേരും രണ്ട് പുതിയ പാർട്ട്നേഴ്സിനെ തപ്പിപ്പോവും. എന്തിനായിരിക്കും ഫീമെയിൽ പെൻഗ്വിൻസിന് പെബിൾസിൻ്റെ ആവശ്യം? ഈ പെബിൾസ് യൂസ് ചെയ്തിട്ടാണ് ഫീമെയിൽ പെൻഗ്വിൻസ് അവരവരെ നെസ്റ്റ് ഉണ്ടാക്കുക, കൂടുണ്ടാക്കുക. എത്രയോ നല്ല കൂടായിരിക്കും അത്രയും അവരുടെ മുട്ടകളുടെ സർവൈവൽ റേറ്റ് കൂടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദി ബെസ്റ്റ് പെബിൾസ് കിട്ടുകയാണെങ്കിൽ ദി ബെസ്റ്റ് കൂടുണ്ടാക്കാൻ അവർക്ക് സാധിക്കും. ഇനി ഇപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മൾ ഹ്യൂമൻസ് ചെയ്യണ പോലെ സ്റ്റോക്ക് ചെയ്യാനൊന്നും മെയിൽ പെൻഗ്വിൻസ് നിൽക്കില്ല. അവരവരുടെ അടുത്ത പാർട്ട്ണറെ തപ്പിപ്പോവും. അതായത് ഫീമെയിൽസ് നോ പറയുകയാണെങ്കിൽ അത് നോ തന്നെയാണ്, മേ ബി എന്നൊരർത്ഥം അതിനില്ല. ഇൻട്രസ്റ്റിംഗ് അല്ലേ?